4 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും അകലൂർ നായാടിക്കുണ്ട് കനാൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തം. 30ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമായ റോഡ് കാൽനടയാത്ര പോലും ദുരിതത്തിലാക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുൻപ് റോഡ് സഞ്ചാരയോഗ്യമാക്കാമെന്ന വാക്ക് നൽകിയ രാഷ്ട്രീയ പാർട്ടിയുടെ വാക്കും പാഴ്വാക്കായെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലെ 6ാം വാർഡിൽപ്പെട്ട അകലൂർ നായാടിക്കുണ്ട് കനാൽ റോഡാണ് കാൽനടയാത്ര പോലും കഴിയാതെ പ്രദേശവാസികൾ മഴക്കാലത്ത് ദുരിതത്തിലായത്. ഏകദേശം 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണിത്. 30ഓളം കുടുംബങ്ങളുടെ ഏക ആശ്രയമാണ് റോഡ്. കൂടാതെ നിരവധി ഇരുചക്രവാഹന യാത്രക്കാരും കടന്നുപോകുന്ന റോഡാണിത്. അകലൂർക്കാവ് 2ാം വില്ലേജിലേക്ക് എത്തപ്പെടുന്ന റോഡ് കൂടിയാണിത്. നിരവധി പരാതികളടക്കം പഞ്ചായത്തിനും ജില്ലാ കളക്ടർക്കും നൽകിയെങ്കിലും ഒരു നടപടിയും ഇന്നേവരും ഉണ്ടായിട്ടില്ലത്രേ. കുണ്ടും കുഴിയും ചെളിവെള്ളവും നിറഞ്ഞതോടെ വിദ്യാർത്ഥികളടക്കം സഞ്ചരിക്കാനാകാത്ത അവസ്ഥയിലാണ്. ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. രോഗികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും വാഹനങ്ങൾ വിളിച്ചാൽ വരാറില്ല. മാറി വന്ന ജനപ്രതിനിധികളൊന്നും തന്നെ ഇതിനു വേണ്ട നടപടിയെടുക്കുന്നില്ല. സംഭവം കഴിഞ്ഞ ഗ്രാമസഭയിൽ ഉന്നയിച്ചതിനെ തുടർന്ന് താൽക്കാലികമായി കോറി വേസ്റ്റ് ഇടാമെന്ന് ഉറപ്പ് നൽകിയത്രേ. പക്ഷേ 3 ആഴ്ച കഴിഞ്ഞിട്ടും ഇന്നേവരെ നടപടി ഉണ്ടായില്ലെന്ന് ഇവർ പരാതിപ്പെട്ടു. മഴക്കാലമായതോടെ റോഡിൽ വെള്ളവും ചെളിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണെന്ന് വീട്ടമ്മമാർ പറയുന്നു. 43 കൊല്ലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. അകലൂർക്കാവുന്ന 2nd വില്ലേജിലേക്ക് പോണ നായടിക്കുണ്ട് ഭാഗത്തു കൂടെ പോണ റോഡ് ഇവിടെ ഒരു 10-30 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവർക്ക് ഉള്ള വഴിയാണിത്. ഭരണകർത്താക്കൾ മാറി മാറി വരും, നമുക്ക് കാര്യമില്ല. പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ പാർട്ടിക്കാർ 1-2 പ്രാവശ്യം എന്നോടും പറഞ്ഞു കോർ വേസ്റ്റ് കൊണ്ടുവരാ ചേച്ചി, ആള് NSSന്റെ കുട്ടികളെയും വിടാം, നിങ്ങൾ സഹകരിക്കുമോ ചോദിച്ചു. എപ്പോൾ കൊണ്ടുവന്നാലും ഞങ്ങൾ സഹകരിക്കാം, ആളില്ലെങ്കിലും ഞങ്ങൾ വണ്ടിയിലിട്ട് തന്നാൽ ഞങ്ങൾ നിരത്താൻ തയ്യാറാണ്. പക്ഷെ അതുവരെ ആരും ഒരു ഇതും പറഞ്ഞിട്ടുമില്ല, ആരും തീരെ വന്നിട്ടുമില്ല. ഞങ്ങൾക്ക് അതെന്തോ ചെയ്തു തരുന്നിട്ട് റോഡ് വരുമ്പോഴേക്കും ഈ ചളി ഒന്ന് നേരത്തെ കുറച്ച് കോർ വേസ്റ്റ് വിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വലിയൊരു ഉപകാരമായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ് പ്രദേശത്തെ ആളുകൾ ബാനർ സ്ഥാപിച്ചിരുന്നു. എന്നാൽ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉറപ്പു നൽകിയതോടെ ബാനർ മാറ്റുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അതും പാഴായി. 6 മാസമായി ഇപ്പൊ റോഡ് പണിയും കനാല് പണിയും പറഞ്ഞ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഞങ്ങൾ ഇത് അപേക്ഷ കളക്ടറേറ്റ് അടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ ഞങ്ങൾ നേരാക്കി തരാം 3 പാർട്ടിക്കാരും പറഞ്ഞു. വേസ്റ്റ് ആണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞു, വേസ്റ്റ് ആണെങ്കിൽ ഇതുവരെ പാർട്ടിക്കാർ ജയിച്ച മെമ്പർമാരടക്കം ഈ കനാലിൽ തൂർത്തിട്ട് തന്നില്ല. ഞങ്ങൾക്ക് പത്തിരിപ്പാലേക്ക് പോയാൽ വണ്ടി വിളിച്ചാൽ അവിടെ നിന്ന് പഴയലക്കിരിക്ക് വരില്ല, പഴയലക്കിരിയിൽ നിന്ന് വണ്ടി വിളിച്ചാൽ ഈ കനാലിൽ കൂടെ വണ്ടി വരുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ആ അവസ്ഥകളാണ് ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ. അപ്പൊ അതിനൊരു പരിഹാരം കാണണം. റോഡിപ്പോ ഒരു 10-30 കൊല്ലമായി ഇപ്പൊ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഒരു മഴ പെയ്താൽ വെള്ളം നിറയാണ്. സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ വണ്ടി വിളിച്ചാൽ വരുന്നില്ല, സ്കൂൾ വണ്ടികളടക്കം തീരെ വരുന്നില്ല. സ്കൂൾ വണ്ടി വരാത്തതുകൊണ്ട് ഇവിടെ നിന്നുള്ള ആളുകൾ പണി മെനക്കെട്ടിട്ട് കുട്ടികളെ സ്കൂൾ കൊണ്ടാക്കുകയാണ്. പണി ടൈമിലാണ് 2-3 പ്രാവശ്യം രാവിലെയും വൈകുന്നേരത്തും കൊണ്ടാക്കിയിട്ട് വരുന്നത്. ഒരു കോറി വേസ്റ്റ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇടുന്നില്ല. ഒരു വികസനം കൂടെ നടത്തുന്നില്ല. ആകെ വന്നത് ഒരു ലൈൻ പോസ്റ്റാണ്. ഈ 40 കൊല്ലത്തിനിടയിൽ കറണ്ട് വന്നത് മാത്രമേ ഉള്ളൂ ഇവിടെ വന്ന വികസനം. കെ അബ്ദുൾ റഹിമാൻ, AP അരവിന്ദാക്ഷൻ, കെ ശ്രീധരൻ, P അഭിലാഷ്, KV ജാനകി, K ഉഷ, AP ദിവ്യമോൾ, ഷമീർ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.